പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ, അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ അവിടുന്ന് നൽകിയ സാവകാശത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ നീ ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണം. നിൻ്റെ ജനത്തോട് അവിടുന്ന് സംസാരിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള മോസ്റ്റ് റെവറൻഡ് തോമസ് കെ ഉമ്മൻ തിരുമേനി, ഇടവക വികാരി റവൻ സി വൈ തോമസ് അച്ഛൻ, വന്യ വൈദിക സുരേശ്രീ, വാത്സല്യമുള്ള മാതാപിതാക്കൾ, യുവ സ്നേഹിതർ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സഭയുടെ 175-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ടതായ ജൂബിലിയുടെ ഭാഗമായി ഈ സഭയിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചതായ ശുശ്രൂഷകരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് എനിക്കും ജസ്സിക്കും നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം നൽകിയ സാവകാശത്തിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്കൊന്ന് ഇടവപ്പെട്ടക്കാരനായിട്ട് ഏറ്റവും കുറച്ച് കാലഘട്ടം ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി അതുകൊണ്ടാണോ ഇന്ന് വചനശുശ്രൂഷയുടെ കുറി എൻ്റെ മേൽ വീണത് എന്നും എനിക്ക് സംശയമുണ്ട്. പ്രഗത്ഭരായ വൈദിക ശ്രേഷ്ഠയും അഭിവന്യ തിരുമേനിയുടെയും മുമ്പിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുന്നതായ എല്ലാ വൈദിക ശ്രേഷ്ഠരും അഭിവന്യ തിരുമേനിയും എൻ്റെ ആത്മീയ വളർച്ചയിൽ ഒരു പരിധിവരെ തനതായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. എൻ്റെ ചെറു കാലഘട്ടത്തിൽ, അതായത് സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സാംസാമുലച്ചൻ ഞങ്ങളുടെ വികാരിയായിട്ട് നല്ല അനുക്കുന്നിൽ കടന്നു. അച്ഛൻ്റെ ഗാന ശുശ്രൂഷകളും അതുപോലെ തന്നെ അച്ഛൻ്റെ നേതൃത്വവും ഞങ്ങളെയൊക്കെ ഈ മഹത്വരമായ ശുശ്രൂഷയിലേക്ക് ഒരു പരിധിവരെ ആകർഷിച്ചു എന്ന് പറയാം. അതിനുശേഷം പ്രിയപ്പെട്ട എൻ്റെ യൗവനപ്രായത്തിൽ പ്രിയ ദാനിയൽ ജോർജ് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ ഇടവികാരിയായിട്ട് വന്നു. നേരെ അങ്ങ് പറയുകയാണ്, അച്ഛനാണ് എന്നെ കർത്താവിൻ്റെ വേലയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. അച്ഛൻ്റെ പ്രോത്സാഹനവും അച്ഛൻ്റെ കരുതലും ഒക്കെയാണ് ഇന്ന് ഈ കർത്ത വേദപുസ്തകവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കാരണമായത്. അച്ഛനെ ദൈവം ഒരു മുഖാന്തരമായിട്ട് ഞങ്ങളുടെ പ്രദേശത്തെ കൊണ്ടുവന്നു. അതോർത്ത് അച്ഛനും കൊച്ചുമിക്കായിട്ടും പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയാണ് എൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ ഒരു മിഷണറി ആയിട്ട് പറക്കാലിലേക്ക് കടന്നു എന്നപ്പോൾ അന്നവിടെ ചാർജിലിരുന്ന തോമസ് കെ ഉമ്മൻ തിരുമേനിയും അതുപോലെ തന്നെ ഷാജന ഇടുക്കളയച്ചനുമായിരുന്നു. എൻ്റെ മിഷൻ്റെ ബാലപാഠങ്ങൾ മിഷണറി എന്ന നിലയിൽ ഞാൻ പഠിച്ചത് തോമസ് കെ ഉമ്മൻ തിരുമേനിയിൽ നിന്നും കൊച്ചുമയിൽ നിന്നും അതുപോലെ തന്നെ ഷാജനച്ചൻ തുടങ്ങിയതായ ഒരു ടീമിൽ നിന്നാണ് പഠിച്ചത്. അതിൻ്റെ തീർച്ചയായിട്ടും ആ വലിയ ഒരു തീഷ്ണത അവരിൽ നിന്ന് പകർന്നെടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സിസി ജേക്കബ് അച്ഛൻ, ഞാൻ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഇടവികാരിയായിരുന്നു. അച്ഛനാണ് ഏറ്റവും കൂടുതൽ എന്നെ ബാബു അച്ഛൻ എന്ന് വിളിക്കുന്നത്. അന്ന് മുതൽ ആരംഭിച്ചതാണ്. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യവും കൊച്ചുമ്മയുടെ സാന്നിധ്യവും ഒക്കെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട ടിയോ ഉമ്മനച്ഛന് ട്രഷറായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നതും എൻ്റെ പ്രക്കാലിൽ നിന്ന് മടങ്ങി വന്നുള്ള ശുശ്രൂഷ. അച്ഛൻ്റെ ഗൈഡൻസ് ഏറ്റവും അനുഗ്രഹമായിരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സാങ്കുട്ടി എന്ന് ഞങ്ങൾ വിളിക്കുന്നു. എൻ്റെ മകൻ്റെ ഉറ്റ സഹപാഠി എന്ന നിലയിൽ ഞങ്ങളുമായിട്ട് ഒരുപാട് ആത്മീയ ബന്ധം ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നി ഞാൻ എല്ലാവരെയും കവർ ചെയ്തു വന്ന് ഇടവികാരി ബഹുമാനപ്പെട്ട സി വൈ തോമസ് അച്ഛന് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുകയും അതുപോലെ തന്നെ
എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ മഹാഡയുടെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വന്നപ്പോൾ അച്ഛൻ നൽകിയതായ പ്രോത്സാഹന വാക്കുകൾ കഴിഞ്ഞ ദിവസവും ഞാൻ വാട്സാപ്പിൽ വായിക്കുകയുണ്ടായി. അങ്ങനെ അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരുടെ അഭിവന്ദന തിരുമേനിയുടെ മുമ്പിൽ വചനവുമായിട്ട് നിൽക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. തോരശ്ശേരി സഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന പലരും ഞാൻ പറഞ്ഞല്ലോ ചിന്തിക്കുമായിരിക്കും, ചിലരൊക്കെ എന്നെ കണ്ടിട്ടില്ലാത്തവർ കാണും, ഞങ്ങളുടെ ഇടവകാരിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്തത്, ഒരു ചുരുങ്ങിയ കാലഘട്ടം. അന്ന് കൂടുതലും സൂം ആരാധനകളൊക്കെ ആയിരുന്നുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ സഭയെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുഖവരയായിട്ട് സമയം അധികമെടുക്കാതെ ഞാൻ ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പെൺശിശു ഞായറാഴ്ചയായിട്ട് മഹായിടവകയായിട്ട് കൊണ്ടാടുന്ന ദിവസമാണ്. ദക്ഷിണേന്ത്യ സഭ അതായത് പെൺകുഞ്ഞുങ്ങൾക്ക് നൽകുന്നതായ പ്രാധാന്യം, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവരെ ഒരുക്കുന്ന ആ വലിയൊരു പ്രക്രിയയുടെ ഭാഗമായി ഒരു ഞായറാഴ്ച വേർതിരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രയത്നത്തിൻ്റെയും ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കും എൻ്റെ അഭിവാദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിലൂടെ നിങ്ങളായേണ്ട ഇടങ്ങളിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആഘോഷം നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ശാന്തമുഖശമയുണ്ട്, ഇന്ന് ആദരിക്കപ്പെടുന്ന പ്രിയ സമ്പത്ത് ഓറിയസവറുകൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷെറിൽ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിന്തയ്ക്കായിട്ട് 2 വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇന്ന് വായിച്ചതായ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 40 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കട്ടെ. അവരെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈ പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലിത കുമി എന്ന് അവളോട് പറഞ്ഞു. വേറൊരു ഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയായി തീർന്നു. എൻ്റെ ചിന്തയ്ക്ക് ഞാനൊരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എ റിവർ ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിൽ ഒരു നദി. എന്താണ് 47-ാം അധ്യായത്തിൽ പ്രവാചകൻ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം പ്രവാചകന് ലഭിച്ചതായ ചില ദർശനങ്ങളുടെ വെളിപ്പെടുത്തലുകളായിരുന്നു. ഇവിടെയാണ് 37-ാം അധ്യായത്തിലും 47-ാം അധ്യായത്തിലും 2 പ്രധാനപ്പെട്ട ദർശനങ്ങൾ പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ 37-ാം അധ്യായത്തിൽ ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നു. ആ ദർശനം നമ്മൾ കാണുന്നു. 2ാമതായിട്ടുള്ള വേദഭാഗം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ വായിച്ചതായ വേദഭാഗമാണ്. 47-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പഴിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഈ 2 സംഭവങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ ജീവിതത്തെയും അവരുടെ ഭൗതിക ജീവിതത്തെയും എത്രത്തോളം ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതായത് പ്രവാസ കാലഘട്ടത്തിൽ കൂടെ ജനം കടന്നുപോവുകയാണ്. തകർച്ചയുടെ അടിത്തട്ടിലൂടെ കടന്നുപോയതായ ഒരു ജനതതി, പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ട്, എന്നാൽ ദൈവം ദർശനങ്ങളെ നൽകി കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അവരെ ശക്തീകരിച്ച് അവരെ ബലപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 47-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആലയത്തെക്കുറിച്ചുള്ളൊരു ദർശനമാണ്. ആലയത്തെക്കുറിച്ചുള്ള ദർശനം എന്ന് പറയുന്നത്
BC 593 571 ഇടയ്ക്ക് എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ പ്രവചന ഗ്രന്ഥം അങ്ങനെയെങ്കിൽ BC 586 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു എന്ന് വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേവാലയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ പ്രവാസത്തിൻ്റെ വേദനയിലായിരുന്നതായ ജനത്തെ എത്രത്തോളം അവരെ നിരാശയിലേക്ക് വലിച്ചിഴച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവരെന്നാണ് ഈ ദേവാലയത്തിൽ ആരാധന ആരംഭിച്ചത്? കാരണം ദൈവം ഈ ദൈവജനത്തെ വിളിച്ച് വേർതിരിച്ചത് ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ടാണ്. എന്നെ ആരാധിപ്പാനായിട്ട് ജനത്തെ വിട്ടയക്കുവാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ആരാധന നഷ്ടപ്പെട്ടതായ, ആലയത്തിൻ്റെ മനോഹരത നഷ്ടപ്പെട്ടതായ ഒരു ജനതതി. പക്ഷെങ്കിൽ അവർ മറന്നു, അവരുടെ ആരാധന ആരംഭിച്ചത് ഒരു ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നില്ല. സ്തെഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ സ്തെഫാനോസ് പറയുന്നുണ്ട്, തൻ്റെ ജനത്തോടുള്ള, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ യഹൂദന്മാരുടെ മതമേധാവികളോടുള്ളതായ തൻ്റെ പ്രസംഗത്തിൽ സ്തെഫാനോസ് ഇങ്ങനെ പറയുകയാണ്: സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. മരുഭൂമിയിലെ സഭയിൽ ഇരുന്നതായ ഒരു ദൈവം. ഇവിടെ നമ്മൾ കാണുകയാണ് മരുഭൂമിയിലൊരു സഭ. ഈ സഭയുടെ ആരംഭം ഈ ദേവാലയത്തിലായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ദൈവജനത്തിൻ്റെ ആരാധന എന്ന് പറഞ്ഞത് യെരുശലേം ദേവാലയത്തിൽ ആരംഭിച്ചതായിരുന്നില്ല എന്നും വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ സ്തെഫാനോസ് പറയുകയാണ്. അവർ ആരാധിച്ചത് മരുഭൂമിയിലായിരുന്നു അവരുടെ സഭയെന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്നുണ്ടായ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പിന്നീട് ഇവിടെ സ്തെഫാനോസ് തന്നെ പ്രസംഗിക്കുകയാണ്. 47-ാം വാക്യത്തിൽ പറയുന്നു, ശലോമോൻ അവന് ഒരു ആലയം പണിതു. നിരന്തരമായിട്ട് അവർക്ക് ആരാധിക്കുവാനായിട്ട് വളരെ മനോഹരമായ ഒരു ദേവാലയം ശലോമോൻ പണിതു എന്ന് പറയുന്നു. വീണ്ടും ആ വചനശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 47-ാം വാക്യത്തിൽ പറയുന്നു, അവർ ദൈവ കൃപയിൽ നിന്ന് തുടർന്ന് അകന്നു. 53-ാം വാക്യത്തിൽ, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ദൈവകൃപ നഷ്ടപ്പെടുത്തിയതായ ദൈവജനത്തെ ദൈവം അതിൻ്റെ ശിക്ഷയുടെ ഭാഗമായിട്ട് അവരെ പണിതെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ ദൈവം പ്രവാസത്തിലേക്ക് അയക്കുകയാണ്. ആ പ്രവാസ കാലഘട്ടത്തിൽ അവർ ഇരുന്നു കൊണ്ട് വിലപിക്കുന്നത്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ആരാധനയുടെ മനോഹരതയെ കുറിച്ച് അവർ വിലപിക്കുകയാണ്. അതാണ് 137-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഞങ്ങൾ ബാബേൽ നദികളുടെ തീരത്തിരുന്നു കൊണ്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ യഹോവയുടെ ഗീതം ഈ അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഒരു കാലത്ത് മരുഭൂമിയിൽ പാടി ആരാധിച്ചതായ ജനം അവർ ദേവാലയത്തിൻ്റെ മനോഹരതയിലേക്ക് വന്ന് ആരാധിക്കുവാനായിട്ടും അവിടെ അവർ വിവിധങ്ങളായിട്ടുള്ള യാഗങ്ങളിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ക്രയവിക്രയങ്ങൾ ചെയ്ത് ദൈവകോപത്തിന് ഇടയാക്കി തീർത്ത് അത് കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന്. ഇപ്പോൾ ദേവാലയത്തിൻ്റെ മനോഹരതയിൽ നിന്ന് അവർ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരിന്ന് കരയുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് യഹോവയുടെ ഗീതം ഈ അന്യദേശത്ത് പാടുന്നത് എന്ന് പറയുന്നു. ദിവ്യ നടത്തിപ്പ് ലഭിച്ചവർ ഇപ്പോഴിതാ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ തരിശു നിലങ്ങളായി മാറി. എ ഡ്രൈ ഡെസേർട്ട് ബിറ്റ്വീൻ ജെറുസലേം ആൻഡ് ഡെഡ് സീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ വായിച്ചതായ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ അവിടെ പറയുകയാണ്, ഈ നദിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു ദേവാലയത്തെക്കുറിച്ച് പറയുകയാണ്. 47-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു ദേവാലയത്തെക്കുറിച്ചുള്ളൊരു ദർശനം തന്നുകൊണ്ടാണ്. ഈ ദേവാലയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് യെരുശലേം ദേവാലയമായിരുന്നില്ല. ഒരിക്കലും ആ ദേവാലയം യെരുശലേം ദേവാലയത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിന്നെ എന്താണ് ഈ ദേവാലയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇറ്റേണലി ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ, അതായത് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളതായ ദൈവിക സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ദേവാലയത്തെ ദൈവം
യെഹെസ്കേലിന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ആലയത്തിൻ്റെ മനോഹരതയല്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തിൻ്റെ മനോഹരത എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിക്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇത് പുറപ്പെട്ട് ചെന്ന എവിടെയാണെന്ന് 8-ാം വാക്യത്തിൽ പറയുകയാണ്. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്ത്, ഈ വെള്ളം കിഴക്കേ ഗലീലയ്ക്ക് പുറപ്പെട്ട അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. അതായത് യെരുശലേമിലെ ഇവിടെ കാണുന്നതായ ഒരു ദേവാലയത്തിൻ്റെ ദർശനമാണെങ്കിൽ, ആ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നതായ ഉറവ ഒഴുകിച്ചെന്ന് ഡെഡ് സീല്, അതായത് ചാവുകടലിൽ പതിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അറാബ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് അറാബയെക്കുറിച്ച് ചിന്തകന്മാർ, പഠിതാക്കൾ പറഞ്ഞിരിക്കുന്നത്, അതായത് അവരുടെ ആത്മീയമായിട്ടുള്ള തകർച്ചയെടുത്ത് കാണിക്കുന്നതാണ്. അറാബയെക്കുറിച്ച് പറയുന്നത് അവർ അതായത് പൂർണ്ണമായിട്ടും തകർന്ന ഒരവസ്ഥയെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ ബാരൻ തരിശായി തീർന്നതായ ഒരവസ്ഥയെ കാണിക്കുകയാണ്. ഫലകരമല്ലാത്ത ഊഷരഭൂമിയെ കാണിക്കുകയാണ്. അവരുടെ ആത്മീക അനാഥത്വത്തെ എടുത്തു കാണിക്കുന്ന ഇടമാണ് അറാബ എന്ന് പറയുന്നത്. അതുകൊണ്ടൊരു ചിന്തകൻ പറയുകയാണ്, ദ സോയിൽ ഓഫ് ദ അറാബ വാസ് റിച്ച് ഇൻ മിനറൽസ് ബട്ട് പൂർ ഇൻ വാട്ടർ. ഈ അറാബയുടെ മണ്ണെന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിച്ച് ഇൻ മിനറൽസ്. ധാതുക്കളാൽ വളരെ സമ്പന്നമായ ഈ അറാബയിലെ മണ്ണ് പക്ഷെങ്കിൽ ഒരു തുള്ളി പോലും വെള്ളം ചെന്ന് വീഴാതെ അത് ഉണങ്ങി വരണ്ട് ആ ഭൂമി വിണ്ടുകീറി ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ അത് തകർന്നതായ ഒരവസ്ഥയെ കാണിക്കുകയാണ്. അതായത് ആ ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീക അധപ്പതനത്തെ ഈ അറാബ എന്ന് പറയുന്നതായ പദം എടുത്ത് കാണിക്കുകയാണ്. The soil of the Araba was rich in minerals but poor in water. അതിൻ്റെ വെള്ളം ഇല്ലാത്തതായ അവസ്ഥയിൽ വിണ്ടുകീറി തകർന്ന് തരിശു ഭൂമിയായി തീർന്ന് ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ കഴിയാത്തതായ ഒരവസ്ഥ. ഇന്ന് ദേവാലയത്തിൻ്റെ മനോഹരതയിൽ ആരാധിക്കുന്നതായ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതായ നമ്മുടെ സഭ എന്തെന്ന് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു. അവർ ചർച്ചസ് ആർ റിച്ച് ഇൻ മിനറൽസ്. അതായത് നമുക്ക് സാധ്യതകൾ കൊണ്ട് നാം സമ്പന്നമായ സഭകളാണ് നമ്മുടെ സഭകൾ എന്ന് പറയുന്നത്. മിനറൽസ് ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിൻ്റെ സമ്പന്നത നമുക്കുണ്ട്. മിനറൽസ് ഓഫ് ഗിഫ്റ്റ്സ്, അതായത് നമുക്ക് താലന്തുകളുടേതായ അനുഗ്രഹങ്ങളുണ്ട്. വെൽത്ത് ഉണ്ട്. വെളിപ്പാട് പുസ്തകം പറയുകയാണ്, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുവാൻ തക്കതായ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ സമ്പന്നമായ സഭകളാണ്. നമുക്ക് ഫെലോഷിപ്പുകളുണ്ട്, നമുക്ക് ഗാനങ്ങളുണ്ട്, സിംഗിങ് ഉണ്ട്, നമുക്ക് വലിയ ഹെറിറ്റേജ് പറയുവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മളുടെ ഭൗതികമായിട്ടുള്ള വികസനത്തെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. പക്ഷെങ്കിൽ അറാബയെ പോലെയാണോ നാം ഒന്ന് ശോധന ചെയ്യേണ്ടതായിരിക്കുന്നു. ദ സോയിൽ ഓഫ് ദ അറാബ വാസ് റിച്ച് ഇൻ മിനറൽസ് ബട്ട് പൂർ ഇൻ വാട്ടർ. അതായത് നമ്മൾ എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു സഭയാണ്. ഈ ആലയത്തിനുള്ളിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ, ഈ ആലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാനും നിങ്ങളും ഈ സമ്പന്നതയുടെ ഭാഗമായിട്ട്, ആരാധനയുടെ ഭാഗമായി തീരുമ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് അവിടെ പറയുകയാണ്. ബട്ട് നോ വാട്ടറിങ്, നോ റെയിൻ. മുൻമഴയില്ല, പിന്മഴയുമില്ല. പ്രവർത്തനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലില്ലാതെ ഇന്ന് നാം ആയിരിക്കുന്നതായ സഭ, ഇല്ലെങ്കിൽ നാം കാണുന്നതായ സഭകളൊക്കെയും ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തതായ ആത്മീയത, ക്രിസ്തുവില്ലാത്തതായ ഒരവസ്ഥയിലേക്ക് തകർന്നിരിക്കുന്നുവെങ്കിൽ ആ ദർശനത്തിൽ പറയുകയാണ്, ഇവിടെ ഒരു ആലയം അവർ കാണുകയാണ്. അവിടെ ഒരു ആലയം പ്രവാചകന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ആ ആലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു ചെറിയ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നതായിട്ട് കാണുന്നു. ആത്മീയ ദർശനം അവിടെ നൽകുമ്പോൾ ആ ഉറവയുടെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തകർന്നു കിടന്നതായ വറ്റി വിണ്ടുകീറിയതായ ഈ നിലത്തെ നോക്കിക്കൊണ്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. For behold, I am for you and I will turn to you and you shall be tilled and sown. അവരോട് പറയുകയാണ്, വിണ്ടുകീറിയ അവസ്ഥയിൽ ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്,
ഞാൻ നിങ്ങളിലേക്ക് തിരിയുവാൻ പോവുകയാണ്, നിങ്ങളിൽ ഞാൻ കൃഷിയും വിതയും നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ നദി പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മീയ നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ നദിയുടെ പ്രഭവസ്ഥാനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയൊരു ഉറവ പൊട്ടിപ്പുറപ്പെടുകയാണ്. ആരും കാണാത്തതായ ഒരിടത്ത് നിന്ന് ആരംഭിക്കുന്നതായ ഒരു ഉറവ. അതിൻ്റെ മധുവായിൽ ഓളിയോഫോളി ആ ഒരു അവിടെ നിന്നായിരുന്നെങ്കിൽ എല്ലാവർക്കും കാണുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു ചെറിയ ഉറവ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിനുള്ളിൽ നിന്നും അതിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നും ആരംഭിക്കുന്നതായ ആ ഒരു ഉറവ, അതായത് ദൈവ സാന്നിധ്യത്തിൽ നിന്നും ഒരു ജലപ്രവാഹം ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ അതിന് കൈവഴികൾ ഒന്നും തന്നെയില്ല. എന്നാൽ അത് അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പഴയ സിസ്റ്റത്തിലല്ല അവിടെ ആ ആലയത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ യാഗങ്ങളില്ല, അവിടെ വലിയതായ കോലാഹലങ്ങളൊന്നും തന്നെയില്ല. വളരെ ശാന്തമായിരിക്കുന്ന ദൈവീയ സാന്നിധ്യത്തിൽ നിന്നും ആരംഭിച്ചതായ ഈ നദി ഒഴുകിച്ചെല്ലുകയാണ്. ഒഴുകി ചെന്നിട്ട് അവിടെ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. ഇതാണ് നാം ആയിരിക്കുന്ന സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അവിടെ പറയുന്നു, അതിങ്ങനെ ഒഴുകിച്ചെന്നു, അതിൻ്റെ ആഴം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. അത് നരിയാണയോളമായി, അത് മുട്ടോളമായി, അത് അരയോളമായി, പിന്നീട് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു നദിയായിട്ട് ആ മരുഭൂമിയുടെ അനുഭവത്തിൽ, ആ വിൽഡർനെസ്സിൽ ഒരു നദി അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഈ നദിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, എ റിവർ ഇൻ ദ വിൽഡർനെസ്. സഭകളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് ഈ നദി പുറപ്പെട്ടതായ ഇടം, അറാബയിലേക്ക് ഒഴുകിയതായ ഇടത്തെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ തീരത്തൊക്കെയും അനവധി വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറാബയിലെ കുറിച്ച് പറയുകയാണ്, അത് ചെന്നു ചേർന്നതായ വെള്ളം എവിടെയൊക്കെ ചെന്ന് പതിച്ചുവോ അവിടെയുള്ള ജലമൊക്കെ പഥ്യമുള്ളതായി തീർന്നു, അതായത് രുചികരമായി തീർന്നു. ഈവൻ ചാവുകടലിലെ വെള്ളത്തെ പോലും രുചികരമാക്കുന്നതായ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതായ ഒരു നദിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1849 എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ ഈ ഒരു സഭയെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് ഒരു പിൻമഴയും മുൻമഴയും നൽകിയത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. അതുകൊണ്ട് ദേവാലയത്തിൻ്റെ ഉള്ളിൽ ആരാധിച്ച് ഇരുന്ന് നമുക്ക് സന്തോഷിക്കുവാനായിട്ടുള്ളൊരു കംഫർട്ട് സോൺ അല്ല ഇതെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ 1-ാം അധ്യായം മുതൽ പഠിക്കുന്നതായ സമയത്ത് അവിടെ പറയുന്നുണ്ട്, യേശു ദേവാലയത്തിൽ ചെന്നു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അവൻ കടൽക്കരയിലേക്ക് പോയി. വീണ്ടും പറയുകയാണ് യേശു സിനഗോഗിൽ ചെന്നു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അവൻ സുഖമില്ലാതെ കിടന്ന പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ വായിക്കുകയാണ്, അവൻ ഇതാ ദേവാലയത്തിലേക്ക് പതിവ് പോലെ ദേവാലയത്തിലേക്ക് ചെന്നു. അത് കഴിഞ്ഞ് അവൻ നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്നു. തൻ്റെ പതിവ് ദേവാലയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ ശബത്ത് നാളിലും ദേവാലയത്തിൽ ചെന്നതായ കർത്താവ് ദേവാലയത്തിൻ്റെ മനോഹരതയിൽ സന്തോഷിക്കുവാനല്ലേ ആഗ്രഹിച്ചത്. അവിടെ നിന്ന് അവൻ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഒഴുകി ഇറങ്ങി ചെല്ലുകയായിരുന്നു. അങ്ങനെയാണ് 5-ാം അധ്യായം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 5-ാം അധ്യായത്തിൽ അവൻ കടന്നു ചെന്നത് കടൽ താണ്ടി, ഇല്ലെങ്കിൽ കാറ്റും കോളുമുള്ളതായ കടലിനെ താണ്ടി അവൻ കടന്നു ചെന്നത് ഗദരദേശത്തുള്ള ഒരു യൗവനക്കാരൻ്റെ അടുക്കലേക്കാണ്. അവിടെ അവൻ ചെന്ന് വധിച്ചതായ ഇടം മധുരമുള്ളതായി തീർന്നു. ഗദരദേശത്തെ യൗവനക്കാരൻ അവൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. വീണ്ടും പറയുകയാണ്, അവൻ്റെ വഴിയാത്രയിൽ പറയുന്നു, ഇതാ യായിറോസിൻ്റെ മകൾ സുഖമില്ലാതെ കിടക്കുന്നുവെന്ന്. ആ യാത്രാ മധ്യത്തിൽ അവനെ സന്ധിക്കുന്നതായ, അവൻ അറിയാതെ അവനെ തൊട്ടതായ ഒരു സ്ത്രീ 12 സംവത്സരമായിട്ട് അവൾ രക്തസ്രാവമുള്ളവൾ സൗഖ്യം പ്രാപിച്ചു. ഈ ദേവാലയത്തിൻ്റെ അടിയിൽ നിന്നും ആരും അറിയാതെ ഒഴുകിക്കൊണ്ടിരുന്നതായ നീരുറവ സ്വസ്ഥത നൽകുകയും സൗഖ്യം നൽകുകയും അവനെ തൊട്ടവരും അവർ തൊട്ടവരൊക്കെയും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ അവിടെ നിന്നാണ് യായിറോസിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. 1 യൗവനക്കാരൻ്റെ അടുക്കലാണ്. എല്ലാവരാലും തഴയപ്പെട്ടവൻ, ഒറ്റപ്പെട്ടവനായ ഒരു യൗവനക്കാരൻ്റെ അടുക്കിലേക്ക് അവൻ ഒഴുകി ഇറങ്ങിച്ചെന്നു.
പിന്നീട് 12 സംവത്സരമായിട്ട് എത്രയോ ചികിത്സ നടത്തിയിട്ട് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു സ്ത്രീ അവനെ സ്പർശിച്ച് അവൻ്റെ വസ്ത്രം തൊട്ടതിൽ കൂടെ അവർക്ക് സൗഖ്യം പകർന്നു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. വീണ്ടും പറയുകയാണ്, യായിറൂസിൻ്റെ മകൾ മരിച്ചു എന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ആ മരിച്ചതായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അവിടെ പറയുകയാണ്. അവൻ അവരുടെ അവിശ്വാസത്തിന് മുമ്പിലും അവൻ അവിടെ ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ കരം പിടിച്ചു അവളോട് പറയുകയാണ്, തലീതാ ഗൂമി, ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ച് ഉയർത്തിയതായ ആ കർത്താവിനെ ആണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നതെങ്കിൽ ദേവാലയം കൊണ്ട് തൃപ്തിപ്പെടുവാനായിട്ടല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ നദി ഒഴുകിച്ചെന്നതായ ഇടങ്ങളിലുണ്ടായിരുന്നതായ വൃക്ഷങ്ങളെല്ലാം ഫലകരമായി തീർന്നു, അതിന് ജീവൻ പ്രാപിച്ചെന്നാൽ നദി ചെന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരുന്നു. ഈ വെള്ളം ഇവിടെ വന്നുകൊണ്ട് ഏറ്റവും വലിയ മത്സ്യം ഉണ്ടാകും. അതുപോലെ തന്നെ പറയുകയാണ്, താഴെ നദീതീരത്ത് അക്കരയും ഇക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ ഫലങ്ങളും വൃക്ഷങ്ങളും അവിടെ കാണുകയുണ്ടായി. അതിൻ്റെ ഇല വാടിപ്പോകയില്ല. ഏറ്റവും അവസാനം പറയുകയാണ്, അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകുന്നതാകുന്നുവെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നദി ഒഴുകി ചെല്ലുകയാണ്. അത് ദൈവ സാന്നിധ്യത്തിൽ നിന്നും അതിൻ്റെ പ്രഭവ സ്ഥാനമായിരുന്നുവെങ്കിൽ ഏതായിരുന്നു ഈ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നുണ്ട്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവൻ എല്ലാവരും എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അത് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ഇരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെയും സമ്പന്നമായിരിക്കുമ്പോൾ അതിന് ഈ പരിശുദ്ധാത്മാവാകുന്ന ജലത്താൽ അതിനെ നനയ്ക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, അതിന് മുൻമഴയും പിന്മഴയും ഇല്ലാതെ അത് വരണ്ട് കീറിയതായ അനുഭവത്തിലാണെങ്കിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരാത്മീയ ഉണർവ് നമുക്കുണ്ടാകുമ്പോഴാണ് അത് ഉണ്ടാകണമെങ്കിൽ ഈ ആത്മീയ ജലം നാം പാനം ചെയ്യേണ്ടതായിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ശരീരനായ അലക്സാണ്ടർ മാത്യു അച്ഛന് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ നല്ലാനിക്കുന്നിൽ വന്നിട്ട് VBS പഠിപ്പിക്കുമ്പോൾ അക്കോർഡിയൻ വായിച്ചുകൊണ്ട് അദ്ദേഹം പാടിയതായ ഒരു പാട്ടിന്നും മനസ്സിൽ നിന്നും മറന്നു പോകുകയില്ല. അന്നത്തെ VBSൻ്റെ തീം സോങ് ആയിരുന്നു, ജീവജല നദിയിൻ കരയിലെ ജീവവൃക്ഷ ഫലം ഭുജിച്ച് ജീവനുള്ള ദേഹിയായി തീരാ, നിത്യജീവന്റെ ഉറവയാകും യേശുവേ നീ ദർശിക്കുകിൽ, നിന്റെ പാപമെല്ലാം പോക്കും പുതു സൃഷ്ടിയായി മാറിയിടും. എനിക്കൊന്നൊരു 50 വർഷത്തിന് മുമ്പ് അലക്സാണ്ടർ മാത്യു അച്ഛൻ തൻ്റെ അക്കോർഡിയൻ പ്ലേ ചെയ്തുകൊണ്ട് പാടിയതായ ആ പാട്ടിന്നും ഹൃദയത്തിൽ വിങ്ങി നിൽക്കുകയാണ്. ജീവജലത്തിൻ്റെ നദിയിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ജീവനുള്ളവരായി തീരുകയാണ്. മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു കൊടുക്കുകയാണ്. നമ്മെ സന്ധിക്കുന്നവർ, നമ്മെ തൊടുന്നവർ, നാം ഇടപെടുന്നവരൊക്കെയും പുതുജീവന്റെ ചാലകങ്ങളായി മാറുവാനായിട്ട് അത് ഇവിടെ നിന്ന് ഒഴുകി ഇറങ്ങേണ്ടതായിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ 1849 ഇവിടെ ഒരു മിഷണറി പ്രസ്ഥാനം ആരംഭിച്ചുവെങ്കിൽ അത് ശിഷ്യന്മാർ ഈ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നാനാദേശങ്ങളിലേക്ക് ഈ പരിശുദ്ധാത്മാവെന്ന ശക്തി പ്രാപിച്ചിട്ട് അവരിറങ്ങി ചെല്ലുകയാണ്. അത് ലോകമെമ്പാടും ഇറങ്ങി ചെല്ലുവാൻ ഇടയായിത്തീർന്നു. കാലം മുമ്പോട്ട് പോയി 1517 മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആ യൗവനക്കാരനായ പട്ടക്കാരനിൽ കൂടെ അതൊരു റിഫോർമേഷനായിട്ട്, നവീകരണമായിട്ട് രൂപപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന് ശക്തീകരണം നൽകി സഭകൾ ആത്മീയമായി ഒരു പ്രവർത്തന ജീവിത ശൈലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് തുടർച്ചയായിട്ടുണ്ടായതായ മിഷണറി പ്രസ്ഥാനങ്ങളാണ്. അവർ ദേവാലയത്തിൽ ഒതുങ്ങിയിരുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതായ മിഷണറി പ്രസ്ഥാനങ്ങൾ ദേവാലയത്തിൽ ഒതുങ്ങിയിരുന്നുവെങ്കിൽ അതറിയാതെ തന്നെ ആ ദേവാലയത്തിൻ്റെ ഉമ്മറിപ്പടികളുടെ കീഴിൽ നിന്ന് അത് ചെറിയ ചെറിയ ജലാശയ ഉറവുകളായിട്ട് പൊട്ടിപ്പുറപ്പെട്ടു. 1816 തോമസ് നോട്ടൻ ആലപ്പുഴയുടെ മണ്ണിൽ വന്നു.
അതൊരു ഉറവയായിട്ട് അതിങ്ങനെ അത് ആരംഭിച്ചു. അത് പരന്നു വിശാലമായി തീർന്നു. അത് മുട്ടോളമായി, അത് അരയോളമായി, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത വലിയൊരു നദീപ്രവാഹമായി തീർന്നപ്പോൾ മധ്യകേരള മഹായിടവക എന്ന് പറയുന്ന ഈ വലിയൊരു സംവിധാനം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ 1849 ഓക്സ്ഫോർഡ് മിഷണറിയാല് ഇവിടെ ആരംഭിച്ചതായി പ്രസ്ഥാനം ഇതിനകത്തിരുന്നു കൊണ്ട് ഈ സമ്പന്നതയെ അനുഭവിക്കുവാനായിട്ടല്ല, വിണ്ടുവരേണ്ടതായ ഇടങ്ങളിലേക്ക് ഒഴുകി ചെല്ലുവാനായിട്ട്, വിണ്ടുവരേണ്ടതായ നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവാകുന്ന ജലത്താൽ നനയപ്പെടേണ്ടതായിരിക്കുന്നു. അങ്ങനെ നാം ഒഴുകി ചെല്ലുമ്പോൾ ഈ സഭയൊരു അനുഗ്രഹമായി മാറും, അനേകർക്ക് അനുഗ്രഹമായി തീരും. അനേകം ജീവനില്ലാത്തവരെ ജീവിപ്പിക്കുവാനായിട്ട്, അനേക യൗവനക്കാരെ അവരെ ബാധിച്ചിരിക്കുന്നതായ ഇന്നത്തെ ലഹരിയുടെയും അതുപോലെ തന്നെ ഇന്നത്തെ തകർച്ചയുടെയും മധ്യത്തിൽ നിന്ന് അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാനായിട്ട്, നിരാശയിൽ കൂടെ കടന്നു പോകുന്ന അനേകർക്ക് പ്രത്യാശയായി മാറുവാനായിട്ട്, ഒരു പക്ഷെങ്കിൽ ഇന്നും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ ഇന്നും ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ, പീഡനങ്ങൾ അനുഭവിക്കുന്നതായ പെൺകുട്ടികളെയും അതുപോലെയുള്ളതായ ബലഹീനരെന്ന് ലോകം വിധിയിടുന്നതായവരെയും കൈപിടിച്ചുയർത്തുവാനായിട്ട് നമ്മെ കർത്താവ് വിളിച്ചതാണ്. അതാണ് നമ്മളുടെ വിളി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദേവാലയത്തിനുള്ളിൽ നിന്നും ഒഴുകി ചെന്നിട്ട് ഈ മരുഭൂപ്രദേശങ്ങളിൽ വീണ്ടും വരണ്ടു കീറിയിരിക്കുന്ന തരിശു ഭൂമികളിൽ ഒരു മഴയായിട്ട് പെയ്തിറങ്ങുവാനായിട്ട്, ഒരു നദിയായിട്ട് ഒഴുകി ചെല്ലുവാൻ ഈ സഭയെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. 175 വർഷം കഴിയുമ്പോൾ ഈ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദിവ്യമായ പദ്ധതി എന്ന് പറയുന്നത് നമ്മിലൂടെ അനേകരെ കൈപിടിച്ചുയർത്തുവാനായിട്ട്, അനേകർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനായിട്ട്, അനേകർക്ക് സൗഖ്യം പ്രഖ്യാപിക്കുവാനായിട്ട് കർത്താവ് നമ്മോട് പറയുകയാണ്, നാം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തേണ്ടതായിരിക്കുന്നു. നമുക്കൊരു മിഷണറി സഭയായിട്ട് രൂപപ്പെടേണ്ടതായിരിക്കുന്നു. എനിക്കറിയാം, മിഷണറി പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് എത്രത്തോളം ആലുംപിടി ഒരു കൊച്ചു സഭയാണ്, വെറും 90 വീടുകളിൽ താഴെയുള്ള ഒരു സഭയാണ്. എല്ലാ മാസവും നേപ്പാൾ മിഷനു വേണ്ടി 20,000 രൂപ നൽകുന്നത് ആ സഭയാണ്. ആ സഭയിൽ ആത്മീക ചൈതന്യം പ്രാപിച്ച, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതായി കുറച്ചുപേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും പറയുകയാണ്, സ്ഥലം വാങ്ങിക്കച്ച ഞങ്ങൾ തയ്യാറാണ് 12 ലക്ഷം രൂപ തരുവാനായിട്ട്, ദേവാലയം പണി ആരംഭിച്ച ഞങ്ങൾ തയ്യാറാണെന്ന്. ഇതാണ് ആത്മാ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇരിക്കുവാൻ കഴിയില്ല. ഇതിൻ്റെ ഉമ്മറപ്പടിയുടെ അടിയിൽ നിന്നും ചെറിയൊരു ജീവജല നദി പൊട്ടിപ്പുറപ്പെടും. അത് നമ്മളിൽ ആരംഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെൻ്റെ ഭവനത്തിൽ ആരംഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ആരംഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ സംഘടനകളിൽ വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മകളിൽ വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ മരുഭൂമിയിൽ ഒരു നദിയായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഉയർത്തപ്പെടുന്ന ഇനിയും ഉയർത്തേണ്ടത് ഞാനും നിങ്ങളുമാണ്. അവനെ ഉയർത്തപ്പെടുമ്പോൾ ചുറ്റുപാടുമുള്ള വരണ്ട ഭൂമികളൊക്കെയും ഫലകരമായി തീരും. അതിന് ദൈവം നമ്മെ വിളിക്കുകയാണ്. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഈ മരുഭൂമിയിലെ സഭയ്ക്ക് നീ ഒരാലയം തന്നു. ഈ ആലയം സമ്പന്നമായി തീർന്നപ്പോൾ ആ സമ്പന്നതയൊന്ന് നനയ്ക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന് കഴിയാതെ വന്നിട്ട് ഈ സമ്പന്നതയിൽ കർത്താവെ ഞങ്ങൾ വിണ്ടുവരേണ്ടവരായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഊഷരഭൂമികളായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത അനുഭവമാണ് എങ്കിൽ, ഞങ്ങളുടെ ഈ സമ്പന്നതയെ നീ ഒന്ന് നനച്ച് നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നാം കേട്ട വചനത്തിൻ്റെ മുമ്പിൽ ഇതാ യഹസ്കേൽ ഒരു ദർശനം കണ്ടു. ദൈവ സാന്നിധ്യത്തിൻ്റെ തികവിൽ നിന്ന്, നിറവിൽ നിന്ന്, ആ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതായ ആലയത്തിൽ നിന്ന്, അതിൻ്റെ ഉമ്പരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു ചെറിയ ഉറവ അത് ചെന്ന് വിണ്ടുവരണ്ട ഭൂമികളെ അതിനെ നനച്ച് ഫലകരമാക്കി തീർത്തു. ഇതുപോൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം, സമ്പന്നമാണ് കർത്താവേ, പക്ഷേ ആർക്കും പ്രയോജനമില്ലാത്തവനാണെങ്കിൽ, ആർക്കും പ്രയോജനമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ആർക്കും പ്രയോജനമില്ലാത്തൊരു കുടുംബമാണെങ്കിൽ, ആർക്കും പ്രയോജനമില്ലാത്തൊരു സഭ സമൂഹമാണെങ്കിൽ,
ഇതാ ഞാൻ ദാഹത്തോടെ നിൻ്റെ അടുക്കൽ വരുന്നു. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, വാങ്ങി കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അധിക വ്യാപാരം അനുഭവിച്ച് പ്രാപിച്ച് അത് നമുക്കുണ്ട്, നമ്മളിലുണ്ട്. അതിനെ ഒന്ന് തീഷ്ണതയോടെ കത്തിച്ച് നിർത്തുവാനായിട്ട് ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ കുടിവരവുകൾ മുഖാന്തരമായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പുനഃസമർപ്പണം ചെയ്യാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവാം ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.